ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് ഒരു ബ്രൗണി റെസിപ്പിയാണ് ഗൈസ്. അപ്പോൾ എൻ്റെ ബ്രൗണി റെസിപ്പി എല്ലാവരും കണ്ടിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ബ്രൗണി ഉണ്ടാക്കാൻ നിൽക്കുന്നതും. കുറേ കാലം ഇങ്ങനെ വിചാരിക്കുന്നു ഒരു ബ്രൗണി ഉണ്ടാക്കിയാലോ എന്ന്. അങ്ങനെ ആദ്യമായിട്ടാണ് ബ്രൗണി ഉണ്ടാക്കുന്നത്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, ശരിയാകുമെന്ന് എനിക്കൊരു ഉറപ്പില്ല. കേക്ക് ലവേഴ്സിനെയും ചോക്ലേറ്റ് ലവേഴ്സിനെയൊക്കെ ഒരു മസ്റ്റായ ഐറ്റമാണ് ഈ ബ്രൗണി പറയുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫസ്റ്റ് എടുത്തിരിക്കുന്നത് വൈറ്റ് ചോക്ലേറ്റ് ആണ് കേട്ടോ. ഇതിപ്പോൾ ഒമാനിന് കൊടുക്കുന്നതാണ്. ഇപ്പോൾ കേക്ക് ഉണ്ടാക്കുന്ന അവിടുത്തെ ചോക്ലേറ്റ് ആണ്. അപ്പോൾ ഇത് കുറച്ച് വലിയ പീസായതുകൊണ്ട് ഞാനൊന്ന് കുറച്ച് എടുക്കുകയാണ്. ഇങ്ങനെ പൊട്ടിച്ചെടുക്കുകയാണ്, നല്ല ടാസ്ക്കാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ചോക്ലേറ്റ് ഇങ്ങനെ കുഞ്ഞിനെ കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത് ഡബിൾ ബോയിൽ ചെയ്യാനാണ്. അപ്പോൾ ഇനി ഇതിക്ക് വേണ്ടത് ബട്ടറാണ് കേട്ടോ. അപ്പോൾ ബട്ടർ ചോക്ലേറ്റും ഇട്ടിട്ടാണ് നമ്മളിത് ഡബിൾ ബോയിൽ ചെയ്യാൻ പോകുന്നത്. ഞാൻ കുറച്ച് ബട്ടർ ഇട്ടിട്ടുണ്ട്. നമ്മൾ 200 ഗ്രാം ചോക്ലേറ്റ് എടുക്കുകയാണെങ്കിൽ അതിക്ക് 100 ഗ്രാം ബട്ടർ ഇടാം. അങ്ങനെയാണ് ഇതിൽ കണക്ക്. ഞാനിത് ഡബിൾ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഡബിൾ ബോയിൽ എങ്ങനെ ചെയ്യുക വെച്ചാൽ ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ പാത്രം വെച്ചിട്ട് ഇങ്ങനെ ചൂടാക്കി, പിന്നെ നമ്മൾ എപ്പോഴും ചോക്ലേറ്റ് കരിയാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് അങ്ങനെ നമ്മളിത് ഫസ്റ്റ് ചൂടാറാൻ വെക്കുക. ഇനി നമുക്ക് പഞ്ചസാര പൊടിക്കുന്നതിന് ആവശ്യമുള്ളത്. അപ്പോൾ ആവശ്യത്തിന് ഞാനൊരു 3/4 കപ്പ് അല്ലെങ്കിൽ ഒരു 1/2 ഗ്ലാസ് അത്രയ്ക്ക് ഉണ്ടോ പഞ്ചസാര എടുത്തത്. ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല അതെങ്ങനെയാണെന്ന്. പഞ്ചസാര പൊടിച്ച് അങ്ങനെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു ബൗൾ എടുത്തിട്ട് അതിക്ക് 3 മുട്ട ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിക്ക് അടുത്തത് വാനില എസൻസ് ആണ് കേട്ടോ ചേർക്കുന്നത്. വാനില എസൻസ് തന്നെ ചേർക്കുന്നത് വെച്ചാൽ ഈ മുട്ടയുടെ സ്മെല്ലൊന്നും ഉണ്ടാവാതിരിക്കാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ വാനില എസൻസ് ചേർത്തു. പിന്നെ എനിക്ക് അതിൻ്റെ കണക്കൊന്നും അറിയില്ല, നല്ല സ്മെല്ല് അതിൻ്റെ വേണമെങ്കിൽ ഇതിട്ട് ഞാൻ പൊടിച്ച് വെച്ച പഞ്ചസാര അല്ലേ അത് ചേർക്കുകയാണ്. അത് ഫുള്ളായിട്ട് ചേർത്ത് നിന്നിട്ട് പിന്നെ മെല്ലെ മിക്സ് ചെയ്താൽ മതി. മിക്സ് ചെയ്യാൻ ബീറ്ററിലുള്ളവർക്ക് ബീറ്ററിൽ മിക്സ് ചെയ്യാവും സുഖം. അതൊരു മിനിറ്റിനുള്ളിൽ കഴിയും. പക്ഷേ വിസ്ക് ആണെങ്കിൽ 5 മിനിറ്റ് നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. കാരണം ഈ പഞ്ചസാര നല്ലോണം ഇതിൽ മിക്സ് ആവണം. പിന്നെ ഈ പഞ്ചസാര ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ അതിൽ ഇത് തരികൾ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതിന് നോക്കണം. അപ്പോൾ നല്ലോണം ഞാൻ വിസ്കോണ്ടാണ് കേട്ടോ ചെയ്യണത്. എൻ്റെ അടുത്ത് ബീറ്റർ ഉണ്ട്, എന്നാലും ഞാൻ വിസ്കോണ്ടാണ് ചെയ്യുന്നത്. ഞാൻ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതേ ഒരു കണ്ടീഷനിലാവുമ്പോൾ നമുക്ക് മിക്സിയിൽ നിർത്താം. ഇങ്ങനെ ആവണം കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മളിതിൽ തൊട്ടൊക്കെ നമുക്ക് മനസ്സിലാകും ഇതിൽ തരികളൊന്നും ഇല്ലെങ്കിൽ മതി, ഇത്ര മതി നമ്മൾ മിക്സ് ചെയ്തത്. ഇനി നമ്മൾ ഇതിക്ക് ഡബിൾ ബോയിൽ ചെയ്ത് വെച്ച ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഫുള്ള് ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ മിക്സ് ചെയ്ത പോലെ നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ. എന്നിട്ട് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് മൈദയാണ്. മൈദ ഒരു 3/4 കപ്പാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അത് അരിച്ചെടുക്കുക. ഇതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ മൈദയിൽ വല്ല കട്ടകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് പോകാതിരിക്കണം. മറ്റേ അല്ലെങ്കിൽ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഒരു കട്ട പിടിച്ച പോലെ ആവുള്ളൂ. അപ്പോൾ നമ്മൾ തരിച്ചിട്ട് നമുക്ക് കൊടുക്കാം. പിന്നെ ഇതിൽ കൊക്കോ പൗഡറാണ് ഞാൻ ആഡ് ചെയ്യണത്. പിന്നെ കൊക്കോ പൗഡർ മൈദ ഇട്ടതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പക്ഷേ ടൈം എടുക്കും, എന്നാലും നല്ലോണം നമ്മൾ മിക്സ് ചെയ്തെടുക്കത്. അപ്പോൾ ഞാനത് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കേക്ക് ടിൻ എടുത്ത് അതിക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ബട്ടർ പേപ്പർ എൻ്റെ കയ്യിലില്ല. ഞാൻ A4 കട്ട് ചെയ്തിട്ട് ഒരു സൺഫ്ലവർ ഓയിലും തേച്ചിട്ടാണ് അതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ എൻ്റെ കയ്യിൽ സ്ക്വയർ ഷേപ്പിലുള്ള കേക്ക് ടിന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ റൗണ്ട് ഷേപ്പിലുള്ള കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. സ്ക്വയർ ഷേപ്പിലുള്ള കേക്ക് ടിന്നാണ് ശരിക്കും യൂസ് ചെയ്യുക. ബട്ട് എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഇത് യൂസ് ചെയ്തു എന്നുള്ളൂ. ഞാൻ പിന്നെ ആദ്യമായിട്ട് ഉണ്ടാക്കാറുണ്ട്. എൻ്റെ അടുത്ത് ഇതിൻ്റെ സാധനങ്ങളൊന്നും ഇല്ല അധികം. സ്ക്വയർ ടൈപ്പിലെ ടിന്നൊന്നുമില്ല. ഈ ടിന്ന് ഇപ്പോൾ ഗൾഫിൽ നിന്ന് കൊടുക്കുന്നതുകൊണ്ട് ഇവിടെ ഉള്ളതാണ്. ഞാനിതൊക്കെ നമ്മളെ ഈ മിക്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ നമുക്കിത് കുറച്ച് ചോക്ലേറ്റ്സ് നമ്മളിങ്ങനെ പൊടിച്ചത് പോലെ കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ ഇട്ടുകൊടുക്കുക ചെയ്യാം. പിന്നെ നെറ്റ്സ് ഇട്ട് കൊടുക്കുക, വേണ്ട കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. പക്ഷേ ഞാൻ ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ചോക്ലേറ്റ്സിൻ്റെ പൊട്ടുകളാണ് കേട്ടോ. ഇനി എന്താവുമെന്ന് അറിയില്ല, അതുകൊണ്ട് ഞാൻ കുറച്ചുള്ള ചേർത്ത് കൊടുക്കുന്നത്. എനിക്കറിയില്ല ഇത് ശരിയാവില്ല ഒന്നും. ആദ്യമായിട്ട് ട്രൈ ചെയ്യാണ്ട് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ബ്രൗണി ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണെന്നൊക്കെ എല്ലാവരും പറയുന്നു. പക്ഷേ എനിക്കതൊരു ടാസ്ക്കായിട്ട് തന്നെ തോന്നി കേട്ടോ. എനിക്കത്ര വലിയ സിമ്പിളായിട്ടൊന്നും തോന്നിയില്ല ഉണ്ടാക്കിയപ്പോൾ. അങ്ങനെ ഞാൻ ഈ ചോക്ലേറ്റ്സും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇത് അടുപ്പുമേണ് ഞാൻ വെക്കുന്നത്. ഗ്യാസമ്മ വെച്ചവർക്ക് ഗ്യാസമ്മ വെക്കാൻ ഞാൻ അടുപ്പുമേണ് വെച്ച് നോക്കുന്നത് എന്താവുന്നാവും. ഞാൻ അടുപ്പുമ വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ കുറേ വീഡിയോസിലൊക്കെ കണ്ടപ്പോൾ പറഞ്ഞത് ഒരു 30-40 മിനിറ്റ് ആ ഒരു ടൈം വരെ ഇട്ടൊന്നും വെക്കാൻ പറഞ്ഞത്. പക്ഷേ എൻ്റെ ഒരു മണിക്കൂറായിക്കോണം എന്തായിക്കോണത്. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ വേവുന്നുണ്ടായിരുന്നുണ്ട്. അങ്ങനെ തുറന്ന് നോക്കി ഗൈസ് കരിഞ്ഞിക്കണു നമ്മളത്. നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് കൂടെ നോക്കണം. പക്ഷേ ഇതിൻ്റെ നല്ലോണം കരിഞ്ഞിക്കണു. അപ്പോൾ ഇതിൻ്റെ ഒരു കരിച്ചിൽ മുകളിലൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ടേസ്റ്റ് നോക്കി. 5 പീസൊക്കെ ഉള്ള ഒരു രസമല്ല ഗൈസ്, പാളി അത്രേ ഉള്ളൂ. ഈ സാധനങ്ങളൊക്കെ ചോക്ലേറ്റൊക്കെ വെറുതെ പോയി ഒരു ടേസ്റ്റ് ഉണ്ടായില്ല. അപ്പോൾ ഈ റെസിപ്പി ആരും ട്രൈ ചെയ്യണ്ട കേട്ടോ, ഒരു രസവും ഇല്ല. ഞാൻ ഫസ്റ്റ് ഉണ്ടായിട്ട് ആദ്യമായിട്ട് കേക്ക് ഉണ്ടാക്കിയിട്ടൊക്കെയാണ് പണി പാടുന്നത്. ഇതിന് ഞാൻ നോർമൽ കേക്ക്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ ആയിട്ടില്ല. ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കിയ അതും ബ്രൗണി ഉണ്ടാക്കിയപ്പോഴാണ് ആയത്. അപ്പോൾ എനിക്കത് സത്യം പറഞ്ഞാൽ വലിയ ഉറപ്പൊന്നും നല്ല നേരാവുന്നു. പക്ഷേ ശരിയായില്ല, നല്ലോണം കരിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ച് ആ ടൈപ്പൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല. ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടാണ് ഇത് ചെയ്ത്. പക്ഷേ എനിക്കറിയില്ല എന്താ എൻ്റെ കേക്കിന് പറ്റിയെന്ന്, ഒരു ടേസ്റ്റും ഇല്ല. എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആരും ട്രൈ ചെയ്യേണ്ട. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്. അപ്പോൾ ഇനിയും ഇങ്ങനത്തെ ഒരു വീഡിയോസ് ഞാൻ ഇടുന്നതാണ്. കുക്കിങ്ങിൻ്റെ വേഴ്സൻ്റെ പൊട്ട കുക്കിംഗ് ആണ്, എന്നാലും നിങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് കൂടി ചെയ്തോട്ടെ ചെയ്യാത്തപോലെ.